Hello guys, welcome back to my channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടീനേജ് ഗേൾസിന് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും പിന്നെ എൻ്റെ റെക്കമെൻഡേഷനും ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനാബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ്സ് അയച്ചു ചെയ്യാം. സോ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫേസിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഡേർട്ട്, പിന്നെ പൊടി, പൊല്യൂഷൻ, അങ്ങനെയുള്ള ഓയിൽ, സെബം അങ്ങനത്തെ ഒക്കെ കഴുകി കളയുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്ലെൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഫേസ് വാഷാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ആരും ഇപ്പോൾ സോപ്പ്, ബേർഡ് സോപ്പ് യൂസ് ചെയ്യുന്നില്ല. സോ ഫേസ് വാഷിന് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് വന്നിട്ട് ഇതാണ്. ഇത് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫോമിങ് ഫേസ് വാഷാണ്. സോ ഇതാണ് ഈ ഫേസ് വാഷ്. സോ ഈ ഒരു ഫേസ് ബ്രാൻഡിന് കുറേ തരത്തിലുള്ള ഫേസ് വാഷസ് ഉണ്ട്. മെൻതോളായിട്ട് വരുന്നൊരു ഫേസ് വാഷ് ഉണ്ട്, സ്ട്രോബെറി ഉള്ളത്, ലെമൺ ഉള്ളതൊക്കെ ഉണ്ട്. ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. ഇത് ഓയിലി സ്കിന്നിനാണ് നല്ലത്. എൻ്റെ ഒരു നോർമൽ ടു ട്രൈ ആണ്, എങ്കിലും ഇതെനിക്ക് ബെസ്റ്റായിട്ട് സ്യൂട്ടബിൾ ആകുന്നുണ്ട്. ഇത് ഓയിൽ ഫ്രീ ആണ്, വോണ്ട് ക്ലോഗ് പോഴ്സ്, ടോട്ടൽ കെയർ ടെക്നോളജി, ജെല്ലി റിമൂവ്സ് ഡേർട്ട് ഓയിൽ ആൻഡ് പിമ്പിൾ കോസിങ് ജെംസ്. ഈ ഒരു ടീനേജ് ടൈമിൽ ഒരിക്കലും നമ്മൾ ഹൈ ആയിട്ടുള്ള, അതായത് ഭയങ്കര എക്സ്പോളിയേറ്റുന്ന ടൈപ്പുള്ള ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡെയിലി 2 times ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ആൻഡ് ഇത് ജോൺസൺസ് ആൻഡ് ജോൺസൺസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് ഇത് ക്ലോഗ് പോഴ്സ്. നിങ്ങൾ ഇങ്ങനത്തെ വേണം സെലക്ട് ചെയ്യാൻ. അതായത് പോഴ്സ് ക്ലോഗ് ചെയ്യാത്ത തരത്തിൽ. പോഴ്സ് ക്ലോഗ് ചെയ്താൽ പിമ്പിൾസ് ആയിട്ട് വരും. സോ നിങ്ങൾ എപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ക്ലോഗ്സ് പോർ ചെയ്യാത്തുള്ള ഫേസ് വാഷസ് ചൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫേസ് വാഷസ് 100 ml ആണ്. ഇതിൻ്റെ 50 ml ഉള്ളതുണ്ട് ആൻഡ് അതിലും കുറവുള്ളതുണ്ട് തോന്നുന്നു. ഇത് 100 mlക്ക് 170 rupees ആട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും, തീരത്തില്ല, കുറേ ഉണ്ടാവും. ആൻഡ് പാക്കേജിങ് വൈസ് നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് പ്രൈസും ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു നല്ലൊരു ഫേസ് വാഷാണിത്. സോ ഇതാണ് എൻ്റെ ബെസ്റ്റ് റെക്കമെൻഡേഷൻ. പിന്നെ നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് സൂപ്പറാണ്. ഞങ്ങളുടെ അടുത്ത് യൂസ് ചെയ്ത് തീർന്നു. അത് നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. എന്താ, അധികം കെമിക്കൽസ് ഒന്നുമില്ല. നമ്മളെ പിമ്പിൾസിന് തന്നെ വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ പ്രിവെൻറ്റ് ഒന്നുമില്ല, ബട്ട് നല്ലൊരു ഫേസ് വാഷാണ്. ഓയിൽ സ്കിന്നിന് ബെസ്റ്റാണ്. സോ ഫേസ് വാഷിൽ എൻ്റെ ഓപ്ഷൻ ഇതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ടോണിങ് ആണ്. ടോണിങ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ ഫേസിൽ ഓരോരോ ടൈപ്സിലുള്ള ടോണേഴ്സ് അവൈലബിൾ ആണ്. അതായത് പോഴ്സ് സ്ട്രിങ്ക് ചെയ്യുന്ന ടോണേഴ്സ്, പിന്നെ ആക്നിക്ക് വേണ്ടിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോണേഴ്സ്. സോ ഇതൊരു ടോണർ അല്ല, ആക്ച്വലി പറഞ്ഞത് റോസ് വാട്ടർ ആണ്. സോ ഇത് ബഞ്ചാറാസിൻ്റെ സോഫ്റ്റ് ആൻഡ് യം പ്രീമിയം റോസ് വാട്ടർ ആണ്. ഈ റോസ് വാട്ടർ ഒരു ടീനേജ് ടൈമിന് റോസ് വാട്ടർ ആയിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ ഞാൻ നിങ്ങളോട് ഇതാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇത് 60 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇതിന് പ്രൈസ് 28 rupees ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർത്തു. ആൻഡ് പാക്കേജിങ് ഒരു നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള പാക്കേജിങ് ആണ്, സ്പ്രേ ബോട്ടിലല്ല. സോ ഈ റോസ് വാട്ടർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഗുൽബാൻ്റെ യൂസ് ചെയ്തിരുന്നു. അതിനെക്കാട്ടിലും ഒത്തിരി നല്ല റോസ് വാട്ടർ ഇതാട്ടോ. കാരണം ഇത് നല്ല നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു റോസ് വാട്ടറിൻ്റെ ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് റോസ് ഓയിലിൽ എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലധികം അങ്ങനെ കെമിക്കൽസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൽ ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതാണൊരു കുഴപ്പം. ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് ടോണിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷൻ. ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് ആണെങ്കിലും ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇത് മോയ്സ്ചറൈസേഷൻ ആണ്. മോയ്സ്ചറൈസേഷൻ നമ്മൾ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മുടെ ബോഡീനെ വെള്ളം കുടിച്ച് ഹെൽത്തി ആക്കുന്നത് നമ്മൾ സ്കിന്നിനെ മോയ്സ്ചറൈസർ വെച്ചിട്ട് ഹെൽത്തി ആക്കുക. സ്കിന്നിനെ ഡ്രൈ ആവാതെ പ്രിവെൻറ്റ് ചെയ്യുക. മോയ്സ്ചറൈസേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ റിങ്കിൾസിന്നും അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിരിക്കണം മോയ്സ്ചറൈസേഷൻ. സോ മോയ്സ്ചറൈസേഷന് ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് ലാക്മി പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. ഇതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നർക്ക്, എക്സ്ട്രീംലി ഡ്രൈക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ആൻഡ് ലാക്മി ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാണ്. ആൻഡ് ഇത് അഫോർഡബിൾ ആണ്. 110 rupees 60 ml ഓഫ് പ്രൊഡക്റ്റാണ്. നമുക്ക്
അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെൻസിറ്റീവ് സ്കിൻ ആർക്കൊന്നും പറ്റില്ല, കാരണം ഇത് അത്യാവശ്യം കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഓക്കെ, ഇതൊരു നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ നെക്സ്റ്റുള്ള ഓപ്ഷൻ വരുന്നത് നിവ്യയുടെ ഒരു സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അതൊരു നല്ല മോയ്സ്ചറൈസറാണ്, പക്ഷേ അതൊരു ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ട്രൈ ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് അത്. നെക്സ്റ്റ് ഉള്ളത് ഒരു പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്, നോൺ ഓയിലി ഫ്രഷ് ഫ്രീ ഫോർ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ഫ്രീ വൈറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ കൊണ്ടുള്ളത്. ഇത് ഭയങ്കര അഫോർഡബിളാണ് ആൻഡ് ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തൊരു മോയ്സ്ചറൈസറാണ്. ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കുന്നില്ല, നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. ചില മോയ്സ്ചറൈസർ ഇട്ടപ്പോൾ നല്ലൊരു ഇതുണ്ടാവും, കുറച്ചും ഇങ്ങനെ ഓയിലി, പക്ഷേ ഇത് നല്ല കേട്ടോ. ഇത് ഒരു നോർമൽ ടു ഒരു എല്ലാ സ്കിൻ ടൈമാണ്, പക്ഷേ ഈ പോൺസിൻ്റെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടി വരുന്നത് വേറെ, ഡ്രൈ സ്കിന്നിന് വേണ്ടിയുള്ള കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ജെൽ മോയ്സ്ചറൈസർ ഉണ്ട്, അത് ട്രൈ ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ. എനിക്ക് വലിയ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ജെല്ലാണ് അലോവേറ ജെല്ല്. അപ്പോൾ അലോവേറ ജെല്ല് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് എല്ലാ ഓർഗാനിക് അലോവേറ ജെല്ലാണ്. ഈ സ്മൂത്ത് ആൻഡ് നറിഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 99% പ്യുവർ ആണെന്നും നോ സിലിക്കോൺ, നോ സൾഫേറ്റ്, പാരബൻസ്, മിനറൽസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 229 റുപ്പീസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളിയാണിത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങളൊന്ന് നോക്കി നോക്കി. 100% ഫ്രീ ഫോമുല, ഹലാൽ സർട്ടിഫൈഡ് ആണ്, വീഗൻ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, പോർക്കില്ല, ആനിമൽ ഡെറൈഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, സൾഫേറ്റിൽ ആൽക്കഹോളില്ല. എന്തുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ആണ്. ആൻഡ് ഇത് ഒരു ജെല്ലായതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അലോവേറ ജെൽ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി അഫോർഡബിളാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ്. ഇത് ബോഡി പിക്കിൻ്റെ ഓർഗാനിക് അലോവേറ ജെല്ലാണ്, പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ കളറും ഉണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്. സോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു എല്ലാ ഓർഗാനിക്കിലും കളറും ഇല്ല, ഫ്രാഗ്രൻസും ഇല്ല. സോ അതുകൊണ്ട് ഇതെല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ ഡിസൈഡ് അനുസരിച്ച് ഇത് രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നീട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ എന്തിനാണ് അപ്ലൈ നമുക്ക് ഉണ്ടാക്കാറ്? സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ്, അതായത് UVA, UVB അങ്ങനെയുള്ള റേസ് നമ്മുടെ സ്കിന്നിലേക്ക് എത്താണ്ട് കാണിക്കുന്ന സ്കിൻ ക്യാൻസർ, പിന്നെ പെട്ടെന്ന് ഏജിങ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ്, പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഞാൻ കാണിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ വൈസ് പെട്ടേറിൻ സൺസ്ക്രീൻ ലോഷൻ SPF 50 PA++ UVA ആൻഡ് UVB ഉള്ള സൺസ്ക്രീനാണ്. ഇത് പാരബൻസില്ല, ക്വാളിറ്റി ഫ്രീ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ആൻഡ് ഇതൊരു നല്ല സൺസ്ക്രീനാണ്, പക്ഷേ ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ഉണ്ട്. സോ എനിക്കിത് ഇഷ്ടമാണ്, പക്ഷേ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു സൺസ്ക്രീനാണ്. സോ ഓൾ ഇൻ ഓൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം. സോ ബൈ ബൈ.